എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വിഷയത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. റഷ്യയിലെ സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന ബൈക്കൽ തടാകം ലോകത്തിലെ ഏറ്റവും ആഴമേറിയതും ഏറ്റവും പഴക്കമുള്ളതുമായ ശുദ്ധജല തടാകമാണ്. ഏകദേശം 25 മുതൽ 30 ദശലക്ഷം വർഷം വരെ പഴക്കമുള്ള ഈ തടാകം പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ ആഴം ഏകദേശം 1642 മീറ്റർ, അല്ലെങ്കിൽ നീളം ഏകദേശം 634 കിലോമീറ്റർ ആണ്. ഭൂമിയിലെ ദ്രവരൂപത്തിലുള്ള ശുദ്ധജലത്തിന്റെ ഏകദേശം 26% ബൈക്കൽ തടാകത്തിലാണ്. ഇതിന്റെ സ്ഥാനം റഷ്യയിലെ സൈബീരിയ മേഖലയിൽ ഇർകുട്സ്ക് ഒബ്ലാസ്റ്റിനും ബുറാത്യ റിപ്പബ്ലിക്കിനും ഇടയിലാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ: ഏറ്റവും ജലമുള്ള തടാകങ്ങളിൽ ഒന്നാണിത്. 500-ലധികം സസ്യജന്തുവർഗങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ഇവ ബൈക്കലിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ബൈക്കൽ സീൽ അഥവാ റോർപ്പ ലോകത്തിലെ ഏക ശുദ്ധജല സീൽ ഇവിടെ ജീവിക്കുന്നു. ശൈത്യകാലത്ത് തടാകം കട്ടി ഉറഞ്ഞ് നീല ഐസ് രൂപപ്പെടുന്നു. ആയത് അനേകം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. വേനൽക്കാലത്ത് ബോട്ട് യാത്ര, മലകയറ്റം, പ്രകൃതി നിരീക്ഷണം എന്നിവയ്ക്ക് ശൈത്യവയ്ക്കും. ശൈത്യകാലത്ത് മഞ്ഞുപാളികളിലൂടെയുള്ള യാത്രയ്ക്കും ഫോട്ടോഗ്രാഫിക്കും ആയി നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. അസാധാരണമായ ജൈവ വൈവിധ്യവും പ്രകൃതി സൗന്ദര്യവും കാരണം ബൈക്കൽ തടാകം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സൈബീരിയ റഷ്യയുടെ ഏഷ്യൻ ഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ്. യൂറൽ മലനിരകൾ മുതൽ പസഫിക് സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശം അതിൻ്റെ കഠിനമായ ശൈത്യകാലത്തിനും വിശാലമായ പ്രകൃതി വിഭവങ്ങൾക്കും പ്രശസ്തമാണ്. ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ ജനവാസ കേന്ദ്രങ്ങൾ സൈബീരിയയിലാണ്. ചില പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് താപനില -50 ഡിഗ്രി താഴെ എത്താറുണ്ട്. യാക്കൂട്ടിയിലെ ഉയ്മ്യാക്കൂൺ എന്ന ഗ്രാമം ഭൂമിയിലെ ഏറ്റവും തണുത്ത ജനവാസ കേന്ദ്രമായി അറിയപ്പെടുന്നു. സൈബീരിയയുടെ വലിയൊരു ഭാഗം ടൈഗ എന്ന കോണിഫർ വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വനമേഖലകളിൽ ഒന്നാണ്. സ്പൈൻ, സ്പ്രൂസ്, ലാർച്ച് തുടങ്ങിയ മരങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. എണ്ണ പ്രകൃതിവാതകം, കൽക്കരി, സ്വർണം, വജ്രം തുടങ്ങിയ ധാതുമത്തുക്കൾ സൈബീരിയയിൽ ധാരാളമുണ്ട്. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഇവയ്ക്ക് വലിയ പങ്കുണ്ട്. കടുവ, തവിട്ട് കരടി, ചെന്നായ്, റെയിൻഡിയർ തുടങ്ങിയ നിരവധി ജീവികൾ ഇവിടെ കാണപ്പെടുന്നു. കഠിനമായ കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട അപൂർവ ജീവജാലങ്ങൾ ഇവിടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽപാതകളിൽ ഒന്നായ ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ഇതുവഴി കടന്നു പോകുന്നു. മോസ്കോയിൽ നിന്നും വ്ളാഡിവോസ്റ്റോക്കിന് വരെ ഏകദേശം 9000 കിലോമീറ്റർ ദൂരം ഈ പാതയിലുണ്ട്. റഷ്യക്കാർക്ക് പുറമെ യാക്കൂട്ട്, ബുത്യാത്, ഇവൻക തുടങ്ങിയ നിരവധി തദ്ദേശീയ ജനവിഭാഗങ്ങൾ സൈബീരിയയിൽ താമസിക്കുന്നു. ഇവർക്ക് സ്വന്തം ഭാഷകളും സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും ഉണ്ട്. അസാധാരണമായ തണുപ്പ്, വിശാലമായ പ്രകൃതി വിഭവങ്ങൾ, അപൂർവ വന്യജീവികൾ എന്നിവയാൽ സൈബീരിയ ലോകത്തിലെ ഏറ്റവും വിസ്മയകരവും വ്യത്യസ്തവുമായ പ്രദേശങ്ങളിൽ ഒന്നാണ്. ബൈക്കൽ തടാകത്തിലെ ഏറ്റവും പ്രശസ്തമായ ദ്വീപാണ് ഒൽഖോൺ ദ്വീപ്. അതിന് ഏകദേശം 730 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. തടാകത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണിത് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രധാന സ്ഥലമാണ് ഷാമൻ റോക്ക്. ബുറിയാത്ത് ജനവിഭാഗക്കാർ ഈ പാറയെ വിശുദ്ധ സ്ഥാനമായി കരുതുന്നു. പഴയകാലത്ത് മതപരമായ ആചാരങ്ങളും ചടങ്ങുകളും നടന്നിരുന്നു. ബൈക്കൽ തടാകം ദക്ഷിണ സൈബീരിയയിൽ ഏകദേശം 53 ഡിഗ്രി വടക്ക് അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഉത്തരധ്രുവം 90 ഡിഗ്രി വടക്കൻ അക്ഷാംശത്തിലാണ്. അക്ഷാംശ വ്യത്യാസം 37 ഡിഗ്രിയാണ്. 1 ഡിഗ്രി ഏകദേശം 111 കിലോമീറ്റർ ആകുന്നു. അങ്ങനെ കണക്കാക്കുമ്പോൾ ബൈക്കൽ തടാകം ഉത്തരധ്രുവത്തിൽ നിന്ന് ഏകദേശം 4100 കിലോമീറ്റർ ദൂരത്തിലാണ്. ബൈക്കൽ തടാകം ആർട്ടിക് സർക്കിളിനുള്ളിൽ അല്ല, പക്ഷേ അത് സ്ഥിതി ചെയ്യുന്ന സൈബീരിയയുടെ വടക്കൻ ഭാഗങ്ങൾ
ആർട്ടിക് മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്നു. അതിനാൽ അവിടെ അതിശൈത്യം അനുഭവപ്പെടുന്നു. ബൈക്കൽ തടാക പ്രദേശത്തും മറ്റ് തണുത്ത പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭ്യമാക്കാൻ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. മിക്ക നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പൈപ്പിലൂടെ വെള്ളം എത്തിക്കുന്നു. പൈപ്പുകൾ മണ്ണിനടിയിൽ ആഴത്തിൽ സ്ഥാപിക്കുന്നു, അതിനാൽ അവ മരവിക്കില്ല. ചില സ്ഥലങ്ങളിൽ പൈപ്പുകൾക്ക് ചൂട് നൽകുന്ന സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു. തടാകത്തിലെ ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ശുദ്ധജലങ്ങളിൽ ഒന്നാണ്. ശുദ്ധീകരണ ശേഷം കുടിവെള്ളമായി ഉപയോഗിക്കുന്നു. ശൈത്യകാല തടാകങ്ങൾ നദികളും മുകളിൽ മാത്രം മഞ്ഞുകെട്ടയാകും. അടിയിലെ വെള്ളം ദ്രാവകാവസ്ഥയിൽ തന്നെ തുടരും. ചില ഗ്രാമങ്ങളിൽ ഐസിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി വെള്ളം എടുക്കാറുണ്ട്. തൊഴുത്തുകളിൽ മൃഗങ്ങൾക്കായി ചൂടാക്കിയ കുടിവെള്ള പാത്രം ഉപയോഗിക്കുന്നു. ബൈക്കൽ തടാകത്തിലെ ഐസ് 1 മീറ്ററിലധികം കട്ടിയുള്ളതായിരിക്കും. അതിന് താഴെ വിശാലമായ ശുദ്ധജല ശേഖരം നിലനിൽക്കുന്നു. അതിനാൽ കട്ടി ഉറഞ്ഞ് വെള്ളം ഇല്ലതാകുന്നില്ല. കുടിവെള്ളം എപ്പോഴും ലഭ്യമാണ്. തണുപ്പ് കാലത്തും പാചകം സാധാരണ രീതിയിൽ നടക്കും. വീടുകളും അടുക്കളകളും പ്രത്യേക രീതിയിൽ ഒരുക്കിയിരിക്കും. വീടുകൾ നന്നായി ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നു. ചൂളകൾ, ഗ്യാസ്, വൈദ്യുതി, കേന്ദ്ര താപന സംവിധാനം എന്നിവ ഉപയോഗിച്ച് 20 ഡിഗ്രിക്ക് മുകളിൽ ചൂട് നിർത്തും. അതിനാൽ സാധാരണ ജീവിതം നയിക്കാം. ഗ്യാസ് സ്റ്റൗ, ഇലക്ട്രിക് സ്റ്റൗ, മരം കത്തിക്കുന്ന ചൂള ഒക്കെ ഉപയോഗിക്കുന്നു. ഗ്രാമങ്ങളിൽ പരമ്പരാഗത റഷ്യൻ പെസ്ക എന്ന വലിയ ചൂള കാണാം. തണുപ്പ് കാലത്ത് ചൂടുള്ള സൂപ്പുകൾ, ഉരുളക്കിഴങ്ങ് വിഭവങ്ങൾ, മത്സ്യം, മാംസം, റൊട്ടിയും ധാന്യ വിഭവങ്ങൾ, ചായ, കാപ്പി കൂടുതലായി കഴിക്കുന്നു. ചില ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിൽ എന്നതുപോലെ സൂക്ഷിക്കാനാകും. എന്നാൽ പച്ചക്കറികൾക്കൊക്കെ പ്രത്യേക മുറികളോ ശീതീകരണ സംവിധാനങ്ങളോ ഉപയോഗിക്കുന്നു. ബൈക്കൽ തടാകത്തിലെ ഓമുൾ മത്സ്യം പ്രശസ്തമായ ഭക്ഷണമാണ്. ഇത് സ്മോക്ഡ് രീതികളിൽ പാചകം ചെയ്യുന്നു. അതിശൈത്യം പാചകത്തെ ബാധിക്കാറില്ല. വീടിന് പുറത്ത് വെള്ളം കട്ടിയാകും. പുറത്തുള്ള പൈപ്പുകൾ ആഴത്തിൽ സ്ഥാപിക്കുകയും ചൂട് നൽകുന്ന സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. വെള്ളം സംഭരിക്കുന്ന ടാങ്കുകൾ ചൂടുള്ള ഇടങ്ങളിൽ സൂക്ഷിക്കുന്നു. ഐസിൽ നിന്നും കുടിവെള്ളം എടുക്കാറുണ്ട്. തടാകത്തിലും നദിയിലും ദ്വാരം ഉണ്ടാക്കി വെള്ളം എടുക്കുന്നുമുണ്ട്. ബൈക്കൽ തടാകത്തിലെ ഐസ് വളരെ സുതാര്യമാണ്. നിരവധി മീറ്റർ താഴെയുള്ള വസ്തുക്കളും കാണും. മഞ്ഞ് അതിശൈത്യവും കാറുകൾക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതിന് പ്രത്യേക മുൻകരുതലുകൾ എടുക്കുന്നു. -30 ഡിഗ്രിയിൽ ബാറ്ററിയുടെ ശേഷി കുറയും. കാർ സ്റ്റാർട്ടാകാതെ വരും. എഞ്ചിൻ ഓയിൽ കട്ടിയാകാം. ചിലപ്പോൾ കണങ്ങൾ രൂപപ്പെട്ട് ഇന്ധനപ്രവാഹം തടസ്സപ്പെടാം. ശൈത്യകാല ഡീസൽ ഉപയോഗിക്കുന്നു. എഞ്ചിൻ ബ്ലോക്ക് ഹീറ്റർ ഉപയോഗിച്ച് എണ്ണ ചൂടാക്കി വരുന്നു. കാറുകൾ ഗ്യാരേജുകളിൽ പാർക്ക് ചെയ്യുന്നു. വിന്റർ ടയറുകൾ ഉപയോഗിക്കുന്നു. യാക്കൂട്ടിയിൽ കാറുകൾ രാത്രിയിൽ എഞ്ചിൻ ഓഫ് ചെയ്യാതെ പ്രവർത്തിപ്പിക്കും. ശൈത്യകാലം ഒരു വെല്ലുവിളി തന്നെയാണ്. കാറുകൾ രാത്രിയിൽ മൂടിയിടാറുണ്ട്. മഞ്ഞും ഐസും അടിഞ്ഞു കൂടുന്നത് ഒഴിവാക്കാം. അതിനുള്ള പ്രത്യേക കവർ അഫ്തോ ഒതയാലോ ആണ്. എൻജിൻ ബോണറ്റിനുള്ളിൽ അകത്ത് മൂടിയിട്ടും കൂടാതെ വിന്റർ കാർ കവർ, നതാഷ പോലെയുള്ള കവറുകളും ഉപയോഗിക്കുന്നു. വീടുകൾ കനത്ത തണുപ്പിനെ നേരിടാൻ കട്ടിയുള്ള മരങ്ങൾ കൊണ്ടോ മികച്ച ഇൻസുലേഷനോട് കൂടിയ നിർമ്മിച്ചിരിക്കും. വീടുകൾ ചൂളകൾ, കേന്ദ്ര താപന സംവിധാനം എന്നിവ ഉപയോഗിക്കുന്നു. ജനലുകൾ ഇരട്ടയോ 3 ഇരട്ടിയോ ഗ്ലാസ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. കട്ടിയുള്ള ജാക്കറ്റുകൾ, രോമം കൊണ്ടുള്ള തൊപ്പികൾ, കയ്യുറകൾ, തണുപ്പിനെ പ്രതിരോധിക്കുന്ന ബൂട്ടുകൾ എന്നിവ ധരിക്കുന്നു. ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടാതിരിക്കാൻ ജലപാളികളായ വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. സാധാരണമാണ്. കട്ടിയായ തടാകത്തിന് മുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നു. റോഡുകളും വാഹനങ്ങളും അതിശൈത്യത്തിന് അനുയോജ്യമായി ഒരുക്കിയിരിക്കും. ഓഫീസുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. ശൈത്യകാലത്ത് വാഹനങ്ങളിൽ വിന്റർ ടയേഴ്സ് സ്റ്റഡഡ് ടയേഴ്സ് ഉപയോഗിക്കും. റോഡിലെ മഞ്ഞ്, സ്നോ പ്ലോ വാഹനങ്ങൾ നീക്കം ചെയ്യും. കൂടാതെ മണലോ കല്ലുകളോ വിതറി പിടുത്തം വർദ്ധിപ്പിക്കും. വേഗത കുറച്ച് ഓടിക്കും. തടാകത്തിൽ ഐസ് റോഡ്സ് ഒരുക്കാറുണ്ട്. കനം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കി നിശ്ചിത പാതകളിലൂടെ സഞ്ചരിക്കും. പല വണ്ടികളും ഉപയോഗിക്കുമെങ്കിലും ഹോവർ ക്രാഫ്റ്റ് ഉപയോഗിക്കും. ഐസിൻ്റെയും വെള്ളത്തിൻ്റെയും മുകളിലൂടെ സഞ്ചരിക്കും. വായുവിൻ്റെ ഒരു എയർ കുഷൻ മുകളിൽ പൊങ്ങി നിൽക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന വാഹനമാണ് ഇത്. എയർ കുഷൻ വെഹിക്കിൾ എന്ന് വിളിക്കുന്നു. പ്രവർത്തന ചിലവ് വളരെ കൂടുതലാണെങ്കിലും പ്രദേശത്ത് മൃഗങ്ങൾ ജീവിക്കുന്നു. സൈബീരിയൻ കടുവ, കുറുക്കൻ, ചെന്നായ് തുടങ്ങിയവയ്ക്ക് കട്ടിയുള്ള രോമം വളരും.
കൊഴുപ്പ് പാളിയുള്ള മൃഗങ്ങളുമുണ്ട്. പക്ഷികൾ ശൈത്യകാലത്ത് ചൂടുള്ള ശക്തൻ പ്രദേശങ്ങളിലേക്ക് കുടിയേറും. പശുക്കളെ വളർത്തുന്ന ഫാമുകളുണ്ട്. പാൽ, വെണ്ണ, ചീസ് ഉപയോഗിക്കുന്നുണ്ട്. കുതിരകളെയും കാണാം. മംഗോളിയൻ കുതിരകളോട് ഇവയ്ക്ക് സാമ്യമുണ്ട്. ബൈക്കിൾ തടാകം ഭൂമിയിലെ ഏറ്റവും വിസ്മയകരമായ പ്രകൃതി സമ്പത്തുകളിൽ ഒന്നാണ്. മറ്റൊരു വിസ്മയ വിഷയവുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.